ക്രിസ്തു എന്ന ബിഗ് ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഏത് ജോലി സ്ഥാപനത്തിലും ദൈവത്തിൻ്റെ മക്കൾ വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്യണം. അതിലാണ് അനുഗ്രഹം വരുന്നത്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ പലപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഞാൻ ചെറുതായിരുന്ന സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വേറൊരു സംസ്ഥാനത്തിലാണ് വളർന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് ഇരുട്ടുണ്ടാകുമ്പോൾ, ഇരുട്ടുള്ള റോഡിലൂടെ പോകുമ്പോൾ, അതുപോലെ തന്നെ ചിലപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ടണലിലൂടെ പോകും. അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഭയം തോന്നിയിട്ടുണ്ട്. കാരണം ഇരുട്ടിൽ നമുക്ക് പൊതുവേ ഒരു സുഖം തോന്നാറില്ല. ചിലർക്ക് ഭയമില്ലെങ്കിലും എന്താ പറയുക, അവർക്കൊരു സന്തോഷം തോന്നില്ല. ഇരുട്ടിലൂടെ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു കനച്ചിരിക്കുന്നത് പോലെ, ഒരു മൂടലുള്ളത് പോലെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് നോർമലി എല്ലാവർക്കും ഉണ്ട്. അതുതന്നെയാണ് ആത്മീകമായിട്ടും ഇരുട്ടിലാകുമ്പോഴും സംഭവിക്കുന്നത്. അത് തന്നെയാണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാതെ, അടുത്തത് കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആവുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ഒരു കാര്യം നോക്കുക, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഇരുട്ടിലിരിക്കുന്ന പോലെ, എന്താ പറയുക, ഒരു മൂകതയിലിരിക്കുന്നത് പോലെ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത ഈ സ്ഥിതിയിലിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ആ ദൈവിക പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികളെയും വാതിലുകളെയും കർത്താവ് തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു എലീറ്റ് സ്പോൺസർ കോട്ടയത്ത് നിന്ന് ഡാനിയാണ്. താങ്ക് യു ഡാനി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും തുറന്ന് അങ്ങ് മാനിക്കണമേ, ഉയർത്തണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ വേഗത്തിൽ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. യോഗ്യൻ കുഞ്ഞാടേ, യാഗമായോൻ വാഴുന്നു, കർത്തനെ പോലാരുള്ളൂ. മൂപ്പന്മാർ ജീവികൾ വണങ്ങിടും, സ്തോത്രമർപ്പിക്കും അങ്ങേക്ക്, കർത്തനെ പോലാരുള്ളൂ. യോഗ്യൻ കുഞ്ഞാടേ, യാഗമായോൻ വാഴുന്നു, കർത്തനെ പോലാരുള്ളൂ. മൂപ്പന്മാർ ജീവികൾ വണങ്ങിടും, സ്തോത്രമർപ്പിക്കും അങ്ങേക്ക്, കർത്തനെ പോലാരുള്ളൂ.
വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 25 വെനസ്ഡേ. നിങ്ങളുടെ ഡയറിയിലൊന്ന് നോക്കാമോ? എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടോ? പേൻ എടുത്തിട്ടുണ്ടോ? സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ, അതാണ് ഇന്നത്തെ ഫോക്കസ് വേർഡ്. അസാധാരണമായ, പ്രകൃതിക്കപ്പുറത്തുള്ള ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സപ്ലൈ. ഫോക്കസ് വേഴ്സ് നോക്കി, ഡ്യൂട്രോണമി 28 and verse number 12. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഴുവൻ അനുഗ്രഹങ്ങളാണ്. അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ ലിസ്റ്റാണ്. അതിൽ 12-ാമത്തെ വചനമാണ് ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേഴ്സ്. ദ ലോർഡ് വിൽ ഓപ്പൺ ദ ഹെവൻസ്. ദൈവം സ്വർഗത്തിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ സ്വർഗ്ഗകർത്താവ് തുറക്കും. ദ സ്റ്റോർ ഹൗസ് ഓഫ് ഹിസ് ബൗണ്ടി. കർത്താവിൻ്റെ പാണ്ഡികശാലയുടെ സ്റ്റോർ ഹൗസ് കർത്താവ് തുറക്കും. ടു റെയിൻ ഓൺ യുവർ ലാൻഡ് ഇൻ സീസൺ. കൃത്യസമയത്ത് മഴ ലഭിക്കേണ്ടതിന്. ആൻഡ് ടു ബ്ലെസ് ഓൾ ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ മുഴുവനും അനുഗ്രഹിക്കേണ്ടത്. ഇതിനകത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഒന്ന് ചിന്തിച്ച് നോക്കി. ചെയ്യുന്ന ജോലി കൈകൾ കൊണ്ട് ചെയ്യുന്ന, അന്നത്തെ കാലത്ത് എല്ലാവരും കൃഷിക്കാരൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചുവയാണ് ഇതിലുള്ളത്. പക്ഷേ ഇന്ന് IT ആയിരിക്കാം, നിങ്ങളൊരു ഡോക്ടറായിരിക്കാം, ടീച്ചറായിരിക്കാം, കൽപ്പണിയായിരിക്കാം, മരപ്പണിയായിരിക്കാം, പ്ലംബറായിരിക്കാം, ആരായിരുന്നാലും ജോലി, അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്ക് ബിസിനസ് ആയിരിക്കും, നോ പ്രോബ്ലം. അതിനെ ദൈവം സ്വർഗത്തിൻ്റെ വലിയ ചീപ്പുകൾ തുറന്ന് അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഹാലലി അവിടെ കമൻറ്റ് സെക്ഷനിലേക്ക് എല്ലാവരും ഓടിച്ചെല്ലുക. എന്നിട്ട് അവിടെ ഈ ഫോക്കസ് വേഴ്സ് എന്ത് നിങ്ങൾ വിശ്വസിക്കുന്നു അതൊക്കെ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. ഇതിപ്പോൾ ഈ ആളുകളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ഒരു നമ്മുടെ വിശ്വാസ പ്രകടനം കൂടിയാണത്. ഡെക്ലറേഷൻ നോക്കാം. ഹെവൻസ് റിസോഴ്സസ് ആർ റിലീസ്ഡ് ഓവർ മൈ ലൈഫ് ടുഡേ. സ്വർഗത്തിൻ്റെ വിഭവങ്ങൾ എൻ്റെ മേൽ ഇന്ന് തുറക്കപ്പെടുകയാണ്. ഐ വർക്ക് അണ്ടർ ഓപ്പൺ ഹെവൻസ്. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ബൈബിൾ റീഡിംഗ് പ്ലാൻ ആ ദിവസത്തെ, ഇന്നത്തെ ദിവസത്തെ നോക്കി വായിക്കണേ. ഇപ്പോൾ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, ഗാഡ് ഈസ് എ സോഴ്സ് ഓഫ് ഓൾ പ്രൊവിഷൻ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഉറവിടം, സ്രോതസ് കർത്താവാണ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളുടെയും സ്രോതസ്, ഉറവിടം കർത്താവാണ്. Provision does not begin with salary, business or opportunity. It begins with God. ഞാൻ സാധാരണ ഞങ്ങളുടെ ബ്ലെസ്സിംഗ് ഫുഡിലെ ശുശ്രൂഷകരോടും സ്റ്റാഫിനോടൊക്കെ പറയുന്നൊരു കാര്യം നിങ്ങളോടും പറയാം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന സാലറിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കരുത്. അതല്ല നമ്മുടെ സോഴ്സ്. അതല്ല. ദൈവമാണ് നമ്മുടെ സോഴ്സ്. ദൈവമാണ് നമ്മുടെ ഉറവിടം. ബിസിനസ് ആയിരിക്കാം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, എത്ര ഒരു ബിസിനസ്സുകാരാണ്? കമൻറ്റ് സെക്ഷനിലൊന്ന് ടൈപ്പ് ചെയ്താണ് നിങ്ങളുടെ ബിസിനസ് എന്താണ്. ഒരു പക്ഷേ നിങ്ങൾക്കുള്ളൊരു ടെസ്റ്റ് മണി ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ടോ. ബിസിനസ്സിൽ ദൈവം നിങ്ങളെങ്ങനെ അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ബിസിനസ്സിലെ സ്ട്രഗിൾ എന്താണ്? 10 പേര് കണ്ട് പ്രാർത്ഥിക്കുമല്ലോ. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, ഇതൊരു ഫാമിലിയാണ്. സോ സാലറി നമ്മുടെ സോഴ്സ് ആകരുത്. ബിസിനസ് നമ്മുടെ സോഴ്സ് ആകരുത്. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി, ഇതൊന്നുമല്ല നമ്മുടെ ഉറവിടം. നമ്മുടെ ഉറവിടം എന്താണ്? ഇറ്റ് ബിഗിൻസ് വിത്ത് ഗോഡ്. ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങളുടെ സാലറി എത്രയാണ് അതല്ല വിഷയം, ദൈവമാണ്. അതുകൊണ്ടാണ് Psalm 23 verse number 1 നമ്മൾ കാണുന്നത്, യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഒരുപക്ഷെ ദാവീദ്, ഇശായി തൻ്റെ ഫാദറിൻ്റെ ആടുകളെ നോക്കി അവിടെ നിന്ന് അവൻ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുക. ഇന്നത്തെ രീതിയിൽ ഞാനങ്ങനെ സംസാരിക്കുകയാണ്. ചിലപ്പോൾ അപ്പം, ചിലപ്പോൾ പിടിച്ചോ ഒരു പോക്കറ്റ് മണി കൊടുത്തു. പക്ഷേ ഇശായി അല്ല, എൻ്റെ പിതാവല്ല എൻ്റെ ഉറവിടം, യഹോവയാണ് എൻ്റെ ഉറവിടം, കർത്താവാണ് എൻ്റെ ഉറവിടം. ഇത് ബ്ലെസ്സിംഗ് ടുഡേയിൽ പല ജോലിക്കാരുണ്ട്, സ്റ്റാഫുണ്ട്, ശുശ്രൂഷകരുണ്ട്, അവർക്കെല്ലാം സാലറിയുണ്ട്. പക്ഷേ
ഞാനിവിടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അതായിരിക്കരുത് നിങ്ങളുടെ നോട്ടം. അതിനപ്പുറത്ത് നടത്താൻ ദൈവം ശക്തനാണ്. അതായിരിക്കരുത് നമ്മുടെ പ്രതീക്ഷ. കാരണം അതിനേക്കാൾ വലിയൊരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുക. അത് ബ്ലെസ്സിങ് ടുഡേ എന്ന ഓർഗനൈസേഷൻ മാത്രമല്ല, ലോകത്തിൽ ഒരു IT സ്ഥാപനമാകാം, ലോകത്തിലൊരു ബാങ്കിലായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനായാലും അതിൻ്റെ ഒരു സാലറി പാക്കേജ് ഉണ്ട്. ആ സാലറി പാക്കേജ് അല്ല ഉറവിടം. ദൈവമാണ് എൻ്റെ ഉറവിടം എന്ന് കൊണ്ട് പറയാൻ പഠിക്കണം. ഹല്ലേലൂയ. വെൻ ഹെവൻ ഓപ്പൺ സപ്ലൈ ഫ്ലോസ്. കാരണം സ്വർഗത്തിലെ ദൈവം തൻ്റെ സ്വർഗം അങ്ങ് തുറന്നു കഴിഞ്ഞാൽ, അതിൻ്റെ വലിയ വാതിലുകൾ, ഷട്ടറുകൾ, ചീപ്പുകൾ തുറന്നു കഴിഞ്ഞാൽ വരുന്നു, ഒഴിയൊഴികെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങും. ആൻഡ് ഗോഡ് ബ്ലെസ്സസ്, എവറിത്തിങ് മൾട്ടിപ്ലൈസ്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ എല്ലാം വർദ്ധിക്കും. ഇങ്ങനെ പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു, തുടക്കകാലത്ത് നമ്മളിവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ, ഗൾഫിലാണ് ഭർത്താവ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു സുഖമില്ലാത്ത കുട്ടിയുണ്ട്, വേറെ 2 കുട്ടികളുണ്ട്. അപ്പോൾ 1-2 മുറികളെന്തോ സൈഡിൽ വാടക കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭർത്താവ് അവിടെ നയിക്കുന്ന പൈസ, ഇങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് സംഭവിച്ച, ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിന് ഒത്തിരി പേര് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ഇത് ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ല. അവസാനം സംഭവിച്ചത്, ഈ സൈഡിലെ റൂം കൊടുത്തിരിക്കുന്നതിന് 3000 രൂപ വാടക കൊണ്ട് വേറെ എന്താ ചെറിയൊരു എമൗണ്ട് മാത്രമുണ്ട്, അതുകൊണ്ട് എല്ലാം ജീവിക്കണം. അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ വിധവയാണ്, 3 പിള്ളേരുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു. എങ്ങനെ കാര്യങ്ങൾ നടക്കും? ആ സ്ത്രീ വന്ന് പറഞ്ഞ, ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് പറഞ്ഞ സാക്ഷി ഞാൻ ഇന്നും ഓർക്കുന്നു. 3 മാസം കഴിഞ്ഞിട്ട് പോലും പേസ്റ്റ് തീരുന്നില്ല, വീട്ടിലെ സാധനങ്ങൾ തീരുന്നില്ല. വാവ്! അവസാനം ഈ ചെറിയ എമൗണ്ട് മാത്രമേ ആകെ ഒരു മാസം വരുമാനമുള്ളൂ, എന്നിട്ടും ബാക്കി. ഒരിക്കലും ലോജിക്കലി സംഭവിക്കാത്തൊരു കാര്യമോ? അവരുടെ വീട്ടിൽ നടന്ന അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിന് പല നിലകൾ. കഴിഞ്ഞ ദിവസം ഞാൻ മിറക്കിൾ മണിയുടെ സാക്ഷ്യം കേട്ടു. നമ്മുടെ ചർച്ചയിൽ തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് ബ്ലെസ്സിങ് ടുഡേ ചിലർക്ക് മിറക്കിൾ മണി ഉണ്ടാവും. കാരണം ഇത് ദ ഇയർ ഓഫ് ദ സൂപ്പർ നാച്ചുറൽ ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. ഇതിനൊക്കെ എക്സ്പ്ലനേഷനൊന്നും എന്നോട് ചോദിക്കരുത്, പറയാനറിയില്ല. ഒരു മിറക്കിൾ നടന്നു, എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശം, അല്ലെങ്കിൽ ഇതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ കഴിഞ്ഞാൽ പിന്നെ അത് മിറക്കിളല്ല. എക്സ്പ്ലനേഷൻ ഇല്ലാത്തതാണ് മിറക്കിൾ. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ, സയൻറ്റിഫിക് അല്ലാതെയുള്ള ഇവിടെയുള്ള നിയമങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ അതിനെ സൂപ്പർ നാച്ചുറൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറൈറ്റ്, എല്ലാവരും ഒന്ന് പറഞ്ഞു, കർത്താവാണ് എൻ്റെ ഉറവിടം. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത്, കർത്താവാണ് എൻ്റെ ഉറവിടം. ഭർത്താവ് തരുന്ന പോക്കറ്റ് മണി അല്ല, അമ്മായച്ചൻ തരുന്ന അല്ല, ദൈവം തരുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ ചെറിയ തുച്ഛമായ ശമ്പളമേ നിങ്ങൾക്കുള്ളൂ, എങ്ങും എത്തുന്നില്ല. പക്ഷെ ഇങ്ങനെയൊന്നങ്ങ് വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനപ്പുറത്ത് എന്നെ നടത്താൻ ദൈവശക്തനാണ്. ചിലപ്പോൾ മിറക്കിൾ മണിയായിരിക്കും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിധവ പ്രവാചകൻ്റെ അടുത്ത് ചെന്നപ്പോൾ എണ്ണ വർദ്ധിച്ചില്ല, അതുപോലെ ചില വർധനമുണ്ടാവും. ചിലത് പ്രൊവിഷൻസ് തീരാതിരിക്കും. ഒരു 5 കിലോഗ്രാം അരി മേടിച്ചു, 4 മാസം കഴിഞ്ഞിട്ടും 6 മാസം കഴിഞ്ഞിട്ടും അരി തീരുന്നില്ല. എങ്ങനെ സംഭവിക്കുന്നു? ഇതുപോലെയൊക്കെയുള്ള അത്ഭുതങ്ങൾ വരെ ചെയ്ത് ക്ഷാമകാലത്തും ക്ഷേമമായി നടത്താൻ കഴിവുള്ള ഒരു ആളെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. വേഗത്തിൽ ചില വചനങ്ങൾ എഴുതുക. വെൻ ഗോഡ് ബ്ലെസ്സസ് എവറിത്തിങ് മൾട്ടിപ്ലൈസ്. ദൈവം അനുഗ്രഹിച്ചാൽ എല്ലാത്തിനും പെരുക്കാം. എല്ലാവരും എന്ന് പറഞ്ഞാൽ പെരുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ എല്ലാം വർദ്ധിക്കട്ടെ. സാലറിയും വർദ്ധിക്കട്ടെ, ഇൻക്രിമെൻ്റ് ഉണ്ടാകട്ടെ, പ്രൊമോഷൻ ഉണ്ടാകട്ടെ. ഫിലിപ്പ് ലേഖനം 4:19 ആൻഡ് മൈ ഗോഡ് വിൽ മീറ്റ് ഓൾ യുവർ നീഡ്സ് അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഇൻ ക്രൈസ്റ്റ് ജീസസ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ, എൻ്റെ ബുദ്ധിമുട്ടൊക്കെ, നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ തീർത്ത് തരും. ജെയിംസ് 1:17 എനിക്കിഷ്ടമുള്ളതാണ്. എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രോം എബവ്. എല്ലാ നല്ലതും തികഞ്ഞതുമായ വരമൊക്കെയും ദാനമൊക്കെയും സ്വർഗത്തിൽ നിന്ന് വരുന്നു. പ്രൊവിഷൻ ഈസ് നോട്ട് ആക്സിഡൻ്റൽ, ഇറ്റ് ഈസ് കവനൻ്റൽ. നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ
ആക്സിഡൻ്റലായിട്ട് എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നതല്ല. ഇത് കവനൻറ്റിലാണ്, ദൈവവുമായുള്ള ഉടമ്പടി നിൽക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. പറഞ്ഞോട്ടെ, ഒരു നദി ഒരിക്കലും ഒരു ബക്കറ്റിൽ ആശ്രയിക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്ന് ബക്കറ്റിൽ വെള്ളമെടുത്ത് റിവറിലേക്ക് ഒഴിക്കുമ്പോഴല്ല അതിലെ വെള്ളം കൂടുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സോഴ്സ്. എല്ലാ നദിക്കും ഒരു ഉറവിടമുണ്ട്, ഒരു സോഴ്സുണ്ട്. ചിലത് മലമുകളിൽ, പിന്നെ ചിലതൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യുഗാണ്ടയിലൊക്കെ പോയ സമയത്ത് ഞങ്ങൾ നൈൽ നദിയുടെ സോഴ്സ് കാണാൻ പോയി. വിക്ടോറിയ തടാകത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അത് ചെന്നാൽ കാണാം. അതിങ്ങനെ ഇങ്ങനെ ഒരു തടാകത്തിൻ്റെ ഉള്ളിൽ നിന്ന് നദി ഉത്ഭവിക്കുന്നതും പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്നതുമായ ബൈബിൾ പോലും പറഞ്ഞിട്ടുള്ള നൈൽ നദിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ദ സോഴ്സ് ഫ്ലോസ് എവറി കണ്ടെയ്നർ ഈസ് ഫിൽഡ്. അപ്പോൾ ഉറവിടത്തിൽ നിന്നും ആ വെള്ളം ഇങ്ങനെ പുറപ്പെട്ട് നദിയായി ഒഴുകുമ്പോൾ കൊണ്ടുവരുന്ന വീപ്പയോ ബക്കറ്റോ ക്യാനോ എന്ത് വേണമെങ്കിലും നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഉറവിടത്തെയാണ് ആശ്രയിക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എൻ്റെ ആശ്രയം ഉറവിടത്തിലാണ്. ഉറവിടമാരാണ്? കർത്താവാണ് എൻ്റെ ഉറവിടം. നമ്പർ 2, ഓപ്പൺ ഹെവൻസ് റിലീസ് ടൈംലി ബ്ലെസ്സിങ്സ്. തുറന്ന സ്വർഗം കൃത്യസമയത്ത് അനുഗ്രഹങ്ങളെ തരുന്നു. തുറന്ന സ്വർഗം കൃത്യസമയത്ത് അനുഗ്രഹങ്ങളെ തരുന്നു. ഡ്യൂട്രോണമി സ്പീക്സ് അബൌട്ട് റെയിൻ ഇൻ സീസൺ. അവിടെ നമ്മൾ വായിച്ചു, തക്ക സമയത്ത് മഴ ലഭിക്കേണ്ടതിന്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എപ്പോഴാണ് മഴ വേണ്ടത്? തക്ക സമയത്ത്. കൃത്യമായി സീസണിൽ മഴ ലഭിച്ചില്ലെങ്കിൽ ആ വർഷത്തെ അല്ലെങ്കിൽ ആ സീസണിലെ വിള മുഴുവൻ നശിച്ചു പോകും. സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഈസ് നോട്ട് റാൻഡം, ഇറ്റ് ഈസ് ടൈംലി. ദൈവത്തിൻ്റെ പ്രകൃത്യാതീതമായ അകാരണമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ റാൻഡം ആയിട്ട് വല്ലപ്പോഴും അപ്രതീക്ഷിതമായ സമയത്ത് എങ്ങനെയെങ്കിലും വരുന്നതല്ല. ഇറ്റ് ഈസ് ടൈംലി. സമയത്ത് നടക്കും. പറഞ്ഞ്, സമയത്ത് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട ചില സാക്ഷികൾ അങ്ങനെയാണ്. ഒരാൾക്കൊരു വണ്ടിയുടെ റിപ്പയറിങ്ങിൻ്റെ കാര്യമാണ്. അതിൽ കൃത്യസമയത്ത് അവർ അത്രയും പണം അവരുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒത്തിരി പേര് സാക്ഷികൾ. കുട്ടികളെ അഡ്മിഷൻ്റെ ആ സമയത്ത് പൈസ വന്നു ചേരുന്നു. അതുപോലെ വീട്ടിലൊരു വിവാഹം നടക്കാൻ ആ കൃത്യസമയത്ത് പണം വന്നു ചേരുന്നു. വീട് പണിയാൻ പോകുന്നു, സമയമാകുമ്പോൾ ആ പൈസ വന്നു ചേരുന്നു. അതിന് മുമ്പില്ല. ടൈംലി റിസോഴ്സസ്. എക്ലീസിയാസ്റ്റസ് 3:1 സഭാപ്രസംഗി 3:1 there is a time for everything. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഐസയ 30:23 ഏശയ്യാവിൻ്റെ പുസ്തകം 30:23 he will send you rain for the seed you sow. നീ വിതയ്ക്കുന്ന വിത്തിൻ്റെ മേൽ ദൈവം മഴ വയ്ക്കും. അപ്പോൾ അതാണ് സീസൺ. ആ സീസണിൽ ഞാനാണ് പറയുന്നത് നിങ്ങളോട്, വിശ്വസിക്കാമോ? തക്ക സമയത്ത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പറ എല്ലാവരും പറ. തക്ക സമയത്ത് മഴ, തക്ക സമയത്ത് വിഭവങ്ങൾ, തക്ക സമയത്ത് പണം, തക്ക സമയത്ത് എല്ലാം വന്നു ചേരും. എവറിത്തിങ് വിൽ fall in place at the right time എന്ന് പറയുന്ന പോലെ. മലാഖി 3:10, മലാഖി പ്രവചനം 3:10 നമ്മൾ വായിക്കുന്നത്, see if I will not throw open the floodgates of heaven. ഈ ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതാകുവോളം അനുഗ്രഹിക്കുകയില്ലയോ എന്നൊരു ട്രാൻസ്ലേഷനുണ്ട്. സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ എന്നാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഫ്ലഡ് ഗേറ്റ്സ് എന്നാണ്. കിളിവാതിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വാതിലല്ലേ, കിളിക്കിരിക്കുന്ന. അപ്പോൾ ഈ അങ്ങനെയാണ് പാട്ടുകളൊക്കെ, സ്വർഗത്തിൻ കിളിവാതിൽ തുറന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പാടും. പക്ഷെ ഞാൻ അവിടെ എത്തുമ്പോൾ പതുക്കൊന്ന് ബ്രേക്ക് ഔട്ടും. ആ വരി പാടാനിത്തിരി എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട്. കാരണം അങ്ങനെയല്ല കർത്താവ് പറഞ്ഞു. സ്വർഗത്തിലൊരു കൊച്ചു കിളിവാതിൽ തുറന്ന ഒരല്പം ട്രിക്കിൾസ് ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയും. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. ഹി വിൽ ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് ഹെവൻ. ഫ്ലഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഗേറ്റാണ്. അതിന് ഏറ്റവും നല്ലത് നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ നല്ലത് ഒരു അണക്കെട്ടിലെ ചീപ്പുകൾ, അല്ലെങ്കിൽ ഷട്ടറുകളാണ്. അത് പൊക്കുന്നതിനനുസരിച്ച് അറിയാമല്ലോ, മുല്ലപ്പെരിയാർ പേടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറന്നപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം, മറന്നിട്ടില്ല നമ്മളാരും. ഇതുപോലെ അനുഗ്രഹങ്ങളുടെ ഫ്ലഡിൻ്റെ ഷട്ടറുകൾ കർത്താവ് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അണ്ടർ ഓപ്പൺ ഹെവൻസ് ഡിലേ ടേൺസ് ഇൻ ടു എക്സലറേഷൻ. സ്വർഗം തുറക്കപ്പെട്ടാൽ ഇതുവരെ വൈകി താമസിച്ചു, കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു 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 വണ്ടിയുടെ കാറിലിരുന്നിട്ട് അവിടെ പണ്ടത്തെ രീതി പറയുവാണെങ്കിൽ ക്ലച്ചുണ്ട്, പിന്നെ എന്തുണ്ട്, ഒരു ബ്രേക്കുണ്ട്, അതിന് ശേഷം ഒരു എക്സിലറേറ്ററുണ്ട്. എക്സിലറേറ്ററിൽ കാല് ചവിട്ടുമ്പോഴാണ് വണ്ടി കുതിച്ചു പോയത്. ഇതുപോലെ സ്വർഗം തുറക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വേഗത വർദ്ധിക്കും. വിശ്വസിക്കാമെങ്കിൽ ഇരിപ്പിരുന്ന് ആമേൻ പറഞ്ഞു. നമ്പർ 3, ഗോഡ് ബ്ലെസ്സസ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കുക. കർത്താവ് കൈകളുടെ പ്രവൃത്തി അനുഗ്രഹിക്കും. അവൻ കൈതൊട്ട ശാപമാണ്, അവൾ കൈതൊട്ട പോക്കാണ് എന്ന് പറയില്ല. എന്ന് നേരെ തിരിച്ചു പറഞ്ഞു നോക്കി, എൻ്റെ കൈ തൊടുന്നിടത്ത് അനുഗ്രഹം ഉണ്ടാവും, ഐശ്വര്യമുണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, അനുഗ്രഹിക്കപ്പെടും എന്ന് പറയണം. കാരണം യബ്ബേസ് പ്രാർത്ഥിച്ച പോലെ നിൻ്റെ കൈ എന്നോട് കൂടി ഇരുന്ന്, എൻ്റെ അടുത്ത് നിൻ്റെ കൈ എൻ്റെ കൈയോടുകൂടെ ഇരുന്ന്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ഒരു കുട്ടി എഴുതുക, ചെറിയ കുട്ടികൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല, അപ്പോൾ 2 ലൈനും 4 ലൈനൊക്കെ മേടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് ടീച്ചറോ ട്യൂഷൻ ടീച്ചറോ അമ്മയൊക്കെ ആ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിൻ്റെ മുകളിലൂടെ ആ കൈ കൂടി പിടിച്ചിട്ട് എഴുത്തിനിരുത്തുന്നത് പോലെ, ഇങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്ക് പല തെറ്റുപറ്റും. പക്ഷെ ദൈവത്തിൻ്റെ കൈ കൂടെ അതിൻ്റെ മേൽ വന്ന് കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ നമ്മുടെ കൈയുടെ മുകളിൽ ദൈവത്തിൻ്റെ കൈ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും, തെറ്റുപറ്റാതെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ വാക്യം പറയുന്നത് ഇങ്ങനെ, ഗോഡ് ബ്ലെസ്സസ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിക്കും. പ്രൊവിഷൻ ഈസ് സൂപ്പർ നാച്ചുറൽ, ബട്ട് ഇറ്റ് പാർട്ട്നേഴ്സ് വിത്ത് ഡിലിജൻസ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, പ്രകൃത്യാതീതമായ നിലയിൽ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, നമ്മുടെ ഒരു പങ്കാളിത്തം ആവശ്യമാണ്. ജാഗ്രതയോടുകൂടെ വിസ്ഡം ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഹി ബ്ലെസ്സസ് ആക്ഷൻ, എഫേർട്ട് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. കർത്താവ് അനുഗ്രഹിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? പ്രവർത്തിക്കുന്നവരെ എന്ന് വെച്ചാൽ അധ്വാനിക്കുന്നവരെ. നമ്മുടെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിക്കും, വിശ്വസ്തതയെ അനുഗ്രഹിക്കും. വിശ്വസ്തത കാണിക്കണം. Proverbs 10:4 സദൃശവാക്യങ്ങൾ 10:4, ലേസി ഹാൻഡ്സ് മേക്ക് ഫോർ പോവർട്ടി ബട്ട് ഡിലിജന്റ് ഹാൻഡ്സ് ബ്രിങ് വെൽത്ത്. അതായത് അലസമായ കൈകൾ, മടിയൻ്റെ കൈകൾ എന്തിൽ ദാരിദ്ര്യത്തിലേക്ക് പോകും. എന്നാൽ ഡിലിജന്റ് ഹാൻഡ്സ് എന്ന് വെച്ചാൽ നന്നായി അധ്വാനിക്കുന്ന കൈകൾ സമ്പത്ത് കൊണ്ടുവരും. സാം 90:17, 90-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വചനത്തിൽ, എസ്റ്റാബ്ലിഷ് ദ വർക്ക് ഓഫ് യുവർ ഹാൻഡ്സ്. നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾ അവൻ സ്ഥിരമാക്കും. 2 Corinthians 9:8 വായിച്ചാൽ, 2 Corinthians 9:8, ഗോഡ് ഈസ് ഏബിൾ ടു ബ്ലെസ് യു abundantly so that you will abound in every good work. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച വാക്യമാണ്. ചിലതൊക്കെ ആവർത്തിച്ച് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അവിടെ പറയുന്നത്, നിങ്ങൾ സകല പ്രവൃത്തികളിലും പ്രാപിച്ച് എല്ലാത്തിലും സകലവും അനുഗ്രഹിക്കുവാൻ, പിരിക്കുവാൻ ദൈവം സർവശക്തനാകും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ, ഗോഡ് ഡസ് നോട്ട് റീപ്ലേസ് വർക്ക്. ദൈവം ഒരിക്കലും നമ്മുടെ പ്രവൃത്തി ക്യാൻസൽ ചെയ്യുന്നില്ല. ഇത് വർക്ക് ചെയ്യണ്ട, ഹി എംപവേഴ്സ് ഇറ്റ്. എന്നാൽ അതിനെ ഒന്നുകൂടെ ശക്തീകരിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. നമ്പർ 4, സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ എക്സീഡ്സ് നാച്ചുറൽ ലോജിക്. അതായത് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഒരു ലോജിക് ഉണ്ടല്ലോ, നമ്മുടെ ബുദ്ധി, അതിനെ കവിയുന്നതാണ് അസാധാരണമായ ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത്. നമ്മുടെ മാനുഷിക ബുദ്ധി, സാധാരണ ബുദ്ധിയുടെ അപ്പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം വെൻ ഹെവൻ പ്രൊവൈഡ്സ് ഇറ്റ് ഓഫ്റ്റൻ ഡിഫൈസ് കാൽക്കുലേഷൻ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഒരു പ്രത്യേകത, അത് കണക്ക് കൂട്ടലുകളെ തെറ്റിക്കും. ഞാനൊരല്പം പ്രവചനാത്മാവിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി പറയാം. നിങ്ങളുടെ കണക്ക് കൂട്ടൽ തെറ്റുന്ന രീതിയിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോവുക. കേട്ടില്ലെങ്കിൽ വീണ്ടും ഹലോ, നിങ്ങളുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കും.
30 ലക്ഷത്തോളം ആളുകൾ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുക. ചില സമയത്ത് ഭയങ്കരമായ ശൈത്യമുണ്ടാകും, ചില സമയത്ത് ഭയങ്കരമായ ഉഷ്ണമുണ്ടാകും. ഒരു ചെടി പോലും ഇല്ല. ഇങ്ങനെയൊരു സ്ഥലത്ത് അവർ 30 ലക്ഷം പേര് കൂടാരമടിച്ച് കിടക്കുന്ന സമയത്ത് ദൈവം അവർക്ക് ഭക്ഷണം കൊടുത്തത് മന്ന നൽകിക്കൊണ്ടാണ്. എത്ര ട്രക്കുകൾ, എത്ര രാജ്യങ്ങളിൽ നിന്നും തുടർച്ചയായി വന്നാലാണ് 30 ലക്ഷം പേർക്ക് കാറ്റർ ചെയ്യാൻ പറ്റും. ഒരു കല്യാണം നടക്കുകയാണ്, 500 പേരെ വിളിച്ചു. ഈ 500 പേർക്ക് ഒരു കാറ്ററിംഗ് യൂണിറ്റിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടി വന്ന്, കാറ്ററിങ്ങിൻ്റെ വാൻ വന്ന് തൊപ്പിയൊക്കെ വെച്ച ആളുകൾ യൂണിഫോമൊക്കെ ഇട്ട് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത്, അത് ഒരു നേരത്തെ ഭക്ഷണമാണ്. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ടർ കഴിച്ചു, അല്ലെങ്കിൽ സൂപ്പ് കുടിച്ചു, മെയിൻ കോഴ്സിലോട്ടൊക്കെ പോയി, അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഡെസേർട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു. അവർക്ക് ആ ട്രക്ക് തിരിച്ചു പോവാം. എന്നാൽ ഇത് നിരന്തരമായി, ഇത് 500 പേർക്കല്ല, 30 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കണം. ഓ മൈ ഗോഡ്, അത് ബിയോണ്ട് കാൽക്കുലേഷനാണ്. ഒരു ദിവസം പോലും ദൈവം പട്ടിണിക്കിടാതെ 40 വർഷം 30 ലക്ഷം പേരെ മരുഭൂമിയിൽ ഒരു കട പോലും ഇല്ലാത്ത സ്ഥലത്ത്, റേഷൻ കടയും ഇല്ല, ബേക്കറിയും ഇല്ല, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറും ഇല്ല, ലുലു മാളും ഇല്ല, ഒന്നുമില്ലാത്ത കാലത്ത് തീറ്റിപ്പോറ്റിയ ദൈവം, ഓ മൈ ജീസസ്, ഈ ദൈവമാണ് നമ്മൾ നടത്താമെന്ന് പറയുന്നത്. വലിയൊരു ക്ഷാമം വന്നു, വലിയ പ്രശ്നമാണ്. പ്രവാചകൻ അഭിഷിക്തൻ ഒരു തോടിൻ്റെ അരികത്ത് പോയിരിക്കുമോ, അല്ലെ കിരീത്ത് തോട്ടിലിരിക്കുമോ, അവിടെ കാക്ക വന്ന് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത്? മനുഷ്യനല്ലെന്ന് കാക്ക, യൂബർ ഈറ്റ്സ് അല്ലെന്ന്, സ്വിഗ്ഗി അല്ല. ഓ മൈ ഗോഡ്. അപ്പോൾ ദൈവത്തിന് അറിയാം അല്ലോ നമ്മെ. പോട്ടെ, ഈ 1 രാജാക്കന്മാർ 17:6 ഞാൻ നേരത്തെ പറഞ്ഞത്. റേവൻസ് ബ്രോട്ട് എലൈജ ബ്രെഡ് ആൻഡ് മീറ്റ്. കാക്ക കൊണ്ടുവന്ന് ഏലിയാവിന് ഭക്ഷണം കൊടുത്തത്. എക്സഡസ് 16:4, പുറപ്പാട് ദിവസം 14:4, ഐ വിൽ റെയിൻ ഡൗൺ ബ്രെഡ് ഫ്രം ഹെവൻ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആകാശത്ത് നിന്നും, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിക്കും, അല്ലെങ്കിൽ അപ്പം വർഷിപ്പിക്കും എന്ന് പറയാം. അങ്ങനെ തന്നെ വന്നത്. അവരുടെ ഭക്ഷണം വന്ന് താഴ്ത്തുനിന്നല്ല, ഭൂമിയിൽ നിന്ന് വിളഞ്ഞ ആഹാരമല്ല ജനം കഴിച്ചത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഞാനതാ പറഞ്ഞത്, പലപ്പോഴും ഭൂമിയിൽ നിന്നല്ല സ്വർഗത്തിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത്. 121 സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ പറഞ്ഞ്, ഞാൻ എൻ്റെ കണ്ണുകൾ ബാക്കി പറഞ്ഞ് സ്വർഗത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ജോൺ 6:11 എന്ന് വായിച്ചു നോക്കി. യോഹന്നാൻ്റെ സുവിശേഷം 6:11, ജീസസ് മൾട്ടിപ്ലൈഡ് ദ ലോവ്സ്. അപ്പം വർദ്ധിപ്പിക്കുന്ന ദൃശ്യം കാണാം. പ്രൊവിഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ഇക്കോണമി, ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്. അപ്പോൾ ഈ ദൈവമായി തരുന്ന വിഭവങ്ങൾ, അത് ഇപ്പം ഈ പറഞ്ഞ എല്ലാത്തിനും ക്ഷാമമുണ്ട്, പ്രശ്നമുണ്ട്, ഒരിക്കലും പറ്റാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരുഭൂമിയിലാണ്. അവിടെ പോലും ആ സാമ്പത്തിക വ്യവസ്ഥയിലല്ല ദൈവം തൻ്റെ ജനങ്ങളെ നടത്തിയത്. പകരം ഇറ്റ് വാസ് ഗവേൺഡ് ബൈ ഒബീഡിയൻസ് ആൻഡ് ഫെയ്ത്ത്. ജനം ദൈവത്തെ അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ ദൈവം വേറൊരു ഇക്കോണമിയിൽ, അല്ലെങ്കിൽ ഗോഡ്സ് ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലാണ് ദൈവം അനുഗ്രഹിച്ചത്. എൻ്റെ കണ്ണിലോട്ട് നോക്കി, ഞാൻ നിങ്ങളെ നോക്കി ചിലതൊക്കെ പറയാൻ പോവാം. നിങ്ങളൊരിക്കലും ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, ജോലി ചെയ്യുന്ന ഒറ്റയ്ക്കല്ല. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അല്ലെങ്കിൽ യു ആർ വർക്കിംഗ് അണ്ടർ ഓപ്പൺ ഹെവൻസ്, തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഹെവൻ സ്റ്റോർ ഹൗസ് ഈസ് നോട്ട് എംപ്റ്റി. സ്വർഗത്തിൻ്റെ സ്റ്റോർ ഹൗസ് ഒരിക്കലും എന്തല്ല, എംപ്റ്റി അല്ല. ഗോഡ് സപ്ലൈ ഈസ് നോട്ട് ലിമിറ്റഡ്. ദൈവത്തിൻ്റെ സപ്ലൈ ഒരിക്കലും പരിമിതപ്പെട്ടിരിക്കുന്നില്ല. ഒരു ആമേൻ പറ. ഇരിപ്പിൽ വേറെ ആരുമില്ല, ഇത് നിങ്ങളിരുന്ന് നോട്ട്സ് എഴുതുക, വേറെ ആരുമില്ല. പിന്നെ വേറെ ആരും പേടിക്കുന്നതിന് ആമേൻ അങ്ങ് പറ, ഹല്ലേലൂയ പറ, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറ, വാഗ്ദത്തങ്ങൾ വിളിച്ച് പറ, വചനം വിളിച്ച് പറ. ഒരു വട്ട് കേസ് പോലെയൊക്കെ പെരുമാറിക്കോ. ഈ ദൈവം ഇന്ന് വരെ വട്ടന്മാരെ ഉപയോഗിച്ചിട്ടുള്ളൂ, ദൈവം ഇന്ന് വരെ മടയന്മാരെ എന്ന് തോന്നുന്ന ഫൂൾസ് ഫോർ ക്രൈസ്റ്റ്, ആ കാറ്റഗറിയിലുള്ളവരെ മാത്രമേ ദൈവം ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം വിശ്വാസത്തിൻ്റെയും സൂപ്പർ നാച്ചുറലിൻ്റെയും വ്യക്തികളെല്ലാം
നമ്മൾ മനസ്സിലാക്കേണ്ടത് നാച്ചുറൽ തിങ്കിങ്ങിനപ്പുറത്ത് വേറൊരു സോഴ്സ്, വേറൊരു വേൾഡുമായി കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നവരാണ്. അതിൽപ്പെട്ട ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിനായി വിളിയുള്ളയാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ മോർണിംഗ് ഗ്ലോറി കേൾക്കില്ല. ട്രസ്റ്റ് ദ സോഴ്സ്, നോട്ട് ദ ചാനൽ. ഏതെങ്കിലും ഒരു ചാനലിലൂടെ ആയിരിക്കാം വരുന്നത്. നിങ്ങളുടെ ബോസ് ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, നിങ്ങളുടെ മുതലാളി ആയിരിക്കാം ശമ്പളം തരുന്നത്, നിങ്ങളുടെ മാനേജ്മെൻ്റ് ആയിരിക്കാം സാലറി അക്കൗണ്ടിലേക്ക് ഇടുന്നത്. പക്ഷേ അത് ചാനലാണ്, എന്നാൽ സോഴ്സ് വേറെയാണ്. അപ്പം ചാനൽ മാറും. ചിലപ്പോൾ ഈ ജോലി പോകുന്ന സമയത്ത് കയറന്വേഷിച്ച് നടക്കരുത്, വിഷക്കുപ്പ് അന്വേഷിച്ച് നടക്കരുത്. ഞാനിതോടെ തീർന്നെന്ന് പറയരുത്. ചാനലാണ് മാറിയത്, സോഴ്സ് മാറിയിട്ടില്ല. യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ലെന്ന് ദാവീദ് പറയുമ്പോൾ പല ചാനലുകൾ മാറി, പക്ഷെ ദൈവം സോഴ്സ് ഒരിക്കലും മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്താലും വിശ്വസ്തയോടെ ജോലി ചെയ്യണം. ഇവരൊക്കെ ദുഷ്ടന്മാരാണ്, അതുകൊണ്ട് ഇങ്ങനെ ജോലി ഒന്നുകിൽ അവിടെ നിങ്ങൾ പോവുക. സാക്ഷ്യമുണ്ടാകേണ്ടതും നിങ്ങൾ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടും ക്രിസ്തു എന്ന ബിഗ് ബോസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഏത് ജോലി സ്ഥാപനത്തിലും ദൈവത്തിൻ്റെ മക്കൾ വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്യണം. അതിലാണ് അനുഗ്രഹം വരുന്നത്. ഓക്കെ, മാത്രമല്ല തക്ക സമയത്ത് അവൻ നിങ്ങളുടെ മേൽ മഴ പെയ്യിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ പറയുമോ? കമൻറ്റ് സെക്ഷനിൽ ആമേൻ ഇടുമോ? അതുകൊണ്ട് ഇന്ന് കർത്താവ് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ നിങ്ങളുടെ മേൽ കർത്താവ് അയക്കുക. കൈനീട്ടി സ്വീകരിക്കാം. ജനങ്ങൾ അനുഗ്രഹിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. പുകവലി ശീലം മാറിപ്പോട്ടെ. മദ്യപാനശീലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ബ്രസ്റ്റിലുള്ള ലംബ, മുഴകൾ, ട്യൂമറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. അതുപോലെ വ്രണങ്ങൾ കരിയട്ടെ. ഡയബറ്റീസ് സൗഖ്യമാകട്ടെ. തിരുനാമത്തിൽ കർത്താവെ ജനങ്ങളെ ഇപ്പോൾ ബ്ലസ് ചെയ്തിരിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ആവശ്യം എന്താണോ, പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ, കൈനീട്ടി കർത്താവിനോട് പറയുക. ഞാൻ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുക്കുന്നതിനായി നാം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇതിൻ്റെ ലിങ്കുകളൊക്കെ എടുത്ത് അയച്ചു കൊടുക്കണം. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.